ആയിട്ടൊരു സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തോട്ടെല്ലാം ഇപ്പോൾ കോഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് അവിടെ ഇല്ല. തോട്ട് നെയിംസ് ആൻഡ് ഫോംസിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ കപ്പ്, ഇതൊരു കപ്പാണെന്നുള്ളത് സംശയമില്ലല്ലോ. സ്റ്റീൽ കപ്പ് എന്ന് നമ്മൾ പറയും, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോമുണ്ട്. സ്റ്റീലിൻ്റെ കളർ നമുക്കറിയാം. ഈ ഫോമുണ്ട്. ഈ ഫോമിനൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നു. ആ പേര് കപ്പെന്നാണ്, ഇല്ലേ? ഞാൻ ഈ കപ്പിനെ മാറ്റി വെച്ചിട്ട് ഒരു കപ്പെന്ന് പറയും. ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കപ്പിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ട കപ്പായിരിക്കും ആദ്യം വരുന്ന മൈൻഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പ് വരുവാണ്. അപ്പോൾ ആ തോട്ടിൽ നോക്കിക്കോളൂ. ആ വന്ന തോട്ടിൽ തന്നെ ഈ കപ്പിൻ്റെ ഫോമും ആ നെയിമും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് തോട്ട് നിൽക്കുന്നത്, അല്ലേ? അതാ സംഭവം. അപ്പോൾ ആ തോട്ടങ്ങ് നിന്ന് കഴിയുമ്പോൾ എങ്ങനെ നിങ്ങൾ എന്ത് വെച്ച് നിങ്ങൾ ഡിഫൈൻ ചെയ്യും? നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഡിഫൈൻ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഡിഫൈൻ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഇൻ്റലക്റ്റ് അങ്ങ് ഡ്രോപ്പ് ആവും. ഡിഫൈൻ ചെയ്യുന്ന പരിപാടി ഇൻ്റലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻ്റലക്റ്റ് അങ്ങ് ഡ്രോപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് സമാധാനം വരും. കാരണം നല്ലതും ചീത്തയും നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ നല്ലത് ചീത്തയും കണ്ടുപിടിക്കുന്ന ആളിൻ്റെ പേരാണ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. അയാൾക്ക് പ്രവർത്തിക്കാൻ ഒക്കാതാകുമ്പോൾ അത്രയും റെസ്റ്റ് കിട്ടി. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഫങ്ഷൻ ഇല്ല. ഒരു ഫങ്ഷൻ അങ്ങ് നിന്നു തൽക്കാലം. പിന്നെ ഈ തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് അനാലിസിസ് എന്ന് പറയുന്ന ഫങ്ഷനാണ്. അത് മെമ്മറിയിൽ നിന്ന് സാധനത്തിന് എടുത്തിട്ട് കമ്പയർ ചെയ്ത് കോംപ്രഹെൻഡ് ചെയ്യുന്നതിന് അനാലിസിസ് എന്ന് പറയും. ആ ഫങ്ഷനും ഇല്ല, കുറേ സമയം നിൽക്കും. അങ്ങനെ നിന്ന് വരുമ്പോൾ തോട്ട്ലെസ് ആയിട്ടൊരു സ്ഥലത്തോട്ട് വന്നിരിക്കും. ആ തോട്ട്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബോധം കെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നല്ലേ ആളുകൾ പറയുന്നത്. ബോധം കെട്ടുപോയാൽ എന്ത് ചെയ്യും? നമ്മൾ സുഖമായിട്ടിരിക്കുക. അവിടെ പോയി ഇരുന്നെങ്കിലല്ലേ അറിയാവും. ഇപ്പോൾ ബോധം കെട്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒപ്രാളപ്പെടുന്നവർ രാത്രി ബോധം കെട്ട് കിടന്ന് ഉറങ്ങാം. 8 മണിക്കൂർ 10 മണിക്കൂർ ബോധമേ ഇല്ല, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുപോലെയാണ്. എങ്കിലും വെപ്പറാവും. എങ്ങനെ ബോധം കിട്ടാൻ ചത്തുപോകില്ലേ. അപ്പം ഇതിങ്ങനെ അതുകൊണ്ടാണ് ഈ തോട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, തോട്ടില്ലെങ്കിൽ. കാരണം അത് എക്സിസ്റ്റ് ചെയ്യുന്നത് നെയിംസ് ആൻഡ് ഫോംസ് എന്ന് പറഞ്ഞ ഫോമാറ്റിലാണ്. ആ ഫോമാറ്റ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തോട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യത്തിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ തോട്ടിനെ വേണമെങ്കിൽ പിന്നെയും പറയാം, കാരണം അവിടെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ തോട്ടിനപ്പുറം നിൽക്കുന്ന സൈലൻസിനെ തീരെ തൊടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വാക്കിട്ട് വെച്ചിരിക്കുന്ന സൈലൻസ്, സ്റ്റിൽനെസ് എന്ന് പറയും. ഇത് പറയുമ്പോഴേ സ്റ്റിൽനെസ് അവിടെ നിന്ന് പോയിരിക്കുക. അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ വാക്കുകൾക്ക് അതീതമായി നിൽക്കുന്നതും. എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വാക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സൈലൻസ് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല. സൈലൻസായി ഇരിക്കാം എന്ന് മാത്രം. അതാണ് നമ്മൾ ഈ നോർമൽ ഫോം എല്ലാം പോവും. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ലാംഗ്വേജ് എല്ലാം പോകും. ആ ലാംഗ്വേജിനൊന്നും ഇതിനെ ഡിഫൈൻ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങ് സൈലൻ്റാണ്. അതായത് മൈൻഡിൻ്റെ ബേസ് എന്ന് പറയുന്ന നെയിംസ് ആൻഡ് ഫോംസ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ട് വരും. അപ്പോഴാണ് നമ്മൾ സാധനങ്ങളെയും നമ്മൾ ചുറ്റുപാടിനെയും തനതായി കാണുന്നത്. അതുവരെ നമ്മൾ ഈ നെയിംസ് ആൻഡ് ഫോംസിൽ വിശ്വസിച്ച് നിൽക്കും. അതിനപ്പുറത്തോട്ട് ഇറങ്ങുകയും അതിൻ്റെ പൊരുൾ കാണുകയും ചെയ്യാൻ പറ്റാത്ത ഒരു ബാരിയറായിട്ട് നെയിം ആൻഡ് ഫോംസ് നിൽക്കും. നിങ്ങൾ നോക്കിയാൽ അറിയാം. കുറച്ച് അങ്ങനെ അകത്തോട്ട് ഇറങ്ങി നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് ചില പ്രത്യേക യോഗിക് സിസ്റ്റത്തിൽ ഇത് ഇൻസിസ്റ്റ് ചെയ്യുക. നമ്മുടെ ബാരിയർ എന്താണെന്ന് പറയാം. ആ ബാരിയർ എന്താണെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചക്കാന്ന് പറഞ്ഞു. ചക്കാന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നില്ല. ചക്ക കറക്റ്റായിട്ട് കിട്ടിയല്ലോ ചക്ക. അപ്പോൾ ചക്കയ്ക്ക് പിന്നെ ഡിസ്റ്റിങ്ഷനുണ്ട്. തല്ലിച്ചക്കയുണ്ട്, മറ്റു ചക്കയുണ്ട്, പലതരം ചക്കകളുണ്ട്. ഞാൻ ചക്കാന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചക്ക നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഇമ്മീഡിയറ്റായിട്ട്. എന്നിട്ട് ആ ചക്കയാണ് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ചക്ക എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് അതൊന്നും ആയിരിക്കില്ല, വേറൊരു ചക്കയെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇടിച്ചക്കയെക്കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞത്. ഈ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം, ലിമിറ്റേഷൻ. പറയുന്നതും കേൾക്കുന്നതും ഒരേ കാര്യമല്ലായിരിക്കും, രണ്ട് കാര്യങ്ങളായിരിക്കും.
അതായത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ എടുക്കുന്ന ടൂള് മെമ്മറിയിൽ നിന്ന് നമ്മുടെ എക്സ്പീരിയൻസിനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അത് ഒരു പ്രോഗ്രാമാണ്, മൈൻഡിൻ്റെ ഒരു പ്രോഗ്രാം. ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യാതെ ഒക്കില്ല ഇവിടെ ജീവിക്കാൻ. മൈൻഡ് ഉണ്ടെങ്കിലേ പറ്റൂ. മൈൻഡ് കളയാനല്ല പറയുന്നത്, മൈൻഡിനെ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമായി കോംപ്രഹെൻഡ് ചെയ്യുകയും ഇഫക്റ്റീവായി ജീവിക്കുകയും ചെയ്യണമെങ്കിൽ ഈ ബേസ് വേണം. അല്ലെങ്കിൽ പറ്റില്ല. തെറ്റിദ്ധാരണ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവർ വേറെന്തോ ആണ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് വെപ്പറണം. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എല്ലായിടത്തും നടക്കുകയല്ലേ. വെപ്രാളപ്പെട്ടിട്ട് ആ പാട് താഴ്ന്നു പോകും. എന്നാൽ അങ്ങനെ പറയാൻ കൊള്ളാമോ എന്നൊക്കെ തോന്നിക്കും. അങ്ങനെ വേറൊരു ലോകം സൃഷ്ടിക്കും. ആ സൃഷ്ടിച്ച ലോകത്തിനകത്ത് നമ്മളിങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പെരുമാറും. കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ നമ്മൾ പെരുമാറിയതും പറഞ്ഞതുമൊക്കെ ഒരു മൗഢ്യമായിപ്പോയി എന്ന് മനസ്സിലാകും. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പൻറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ അത് ചേഞ്ച് ആയിട്ട് പോകും. അതിൻ്റെ ഒന്നും കാര്യമില്ല, സുഖമായിട്ട് അങ്ങനെ ഇരുന്നൂടെ. അതിന് ട്രെയിനിങ് വേണം. കാരണം നമ്മൾ വേറൊരു ട്രെയിനിങ്ങിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രെയിനിങ്ങിനെ മാറ്റി മറ്റൊരു ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കടന്നിറങ്ങി സമാധാനത്തിലേക്ക് ഇരിക്കാനുള്ള ട്രെയിനിങ് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാര്യം അവിടെ ഉണ്ട്, അത് മനസ്സിലാക്കാൻ ട്രെയിനിങ് വേണമെന്നുള്ളവർക്ക് മാത്രം മതി. എല്ലാവർക്കും വേണമെന്നൊന്നും നിർബന്ധം കാണത്തില്ല. അയ്യോ, അത് പറയാൻ പറ്റത്തില്ല. മനസ്സ് ഓവറോളാണ്. ഓവറോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബ്രെയിനിലും പ്രധാനം കോഡിഫൈ ചെയ്ത് അതിനെ എല്ലാം കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി എന്ന് പറയണമെങ്കിൽ അത് ബ്രെയിനാണ്. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ പുറത്തുള്ള ഇൻഫർമേഷൻ അകത്തോട്ട് എടുത്തിട്ട് അത് തന്നെ. അപ്പം നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കറിയാമല്ലോ. ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുമല്ലോ, അല്ലേ? എനിക്ക് വിഷമം തോന്നി എന്ന് പറയുമല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ട്. ആ തോന്നുന്ന കാര്യത്തിലേക്ക് മടങ്ങി വരുന്നതാണ് മൈൻഡിലേക്കുള്ള മടങ്ങ്. തോന്നലുണ്ടല്ലോ, ശരിക്കും ഉണ്ട്. അപ്പോൾ ആ തോന്നുന്ന ഭാഗത്തേക്ക് മടങ്ങി അതിനെ നോക്കുക എന്ന് പറയുന്നത് മൈൻഡിനെ നോക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അല്ലാതെ മൈൻഡിനെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോയി നോക്കാൻ നടക്കത്തില്ല. അങ്ങനെ ഒരു സ്ഥലം, ലൊക്കേഷൻ ഇല്ല അതിന്. അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. കാരണം അയാളെ ലൊക്കേറ്റ് ചെയ്തെടുത്ത് കളയാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കൊണ്ട് പോയി പിടിച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. മൈൻഡിനെ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൈൻഡ് കുറേ ഫീലിങ്സൊക്കെ നമുക്ക് അനുഭവപ്പെടുമല്ലോ, തോട്ടുകളൊക്കെ വരുമല്ലോ, ചിന്ത വരുമ്പോൾ അറിയുമല്ലോ. അതിലേക്ക് നോക്കിയാൽ നമ്മൾ ആ മൈൻഡിൻ്റെ സോഴ്സിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കി കണ്ടു. അപ്പോൾ ആ ചിന്തയില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെയും കാണാം. അവിടെ ഏതോ ഒരു പ്രതലത്തിലാണ് ഈ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രതലവും കാണണം, ആ തോട്ടും കാണണം. അത് രണ്ടും കണ്ടിട്ട് അവിടെ വേണമെങ്കിലും നിൽക്കാം, ഇവിടെ വേണമെങ്കിലും നിൽക്കാം. തോട്ടിൽ വേണമെങ്കിലും നിൽക്കാം, ആ പ്രതലത്തിൽ വേണമെങ്കിലും നിൽക്കാം, ആ സ്റ്റിൽനെസ്സിൽ വേണമെങ്കിലും നിൽക്കാം. എവിടെ നിൽക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്വാളിറ്റി നിൽക്കുന്നത്. തോട്ടിൽ നിന്നാൽ ആ തോട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ക്വാളിറ്റിയിൽ നമ്മൾ നിൽക്കും. സ്റ്റിൽനെസ്സിൽ നിന്നാൽ ക്വാളിറ്റി ഇല്ലാതെ നിൽക്കും. ഈ പോസിബിലിറ്റിയാണ്. ഈ ക്വാളിറ്റിയിൽ നിൽക്കുമ്പം അതിൻ്റേതായ എക്സ്പീരിയൻസുകളുണ്ടാകും. സ്റ്റിൽനെസ്സിൽ നിൽക്കുക, അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിനകത്ത് ഉള്ള എക്സ്പീരിയൻസ് കാംനെസ്സാണ്. അവിടെ വേറെ ഒന്നുമില്ല. കാംനെസ് ഉണ്ടാകും. കാംനെസ് വളരെ പ്രധാനമാണ്. ഈ കാംനെസ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. നമ്മളിനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവസാനം കിടത്തി ഉറക്കും രാത്രി. അപ്പോൾ അത് സമാധാനമായിട്ട് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ കിടക്കുമ്പോൾ റീജുവനേറ്റഡായി നല്ല സുഖമായിട്ടിങ്ങനെ വെളിയിലിറങ്ങും. കിടന്നുറങ്ങാതെ 3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അറിയാം ഈ ഉറക്കത്തിൻ്റെ കാംനെസ്സിൻ്റെ ഇഫക്റ്റ്. ഒന്നും അറിയാതിരിക്കുന്ന കണ്ടീഷനാണ് സാധാരണ ഉറക്കത്തിൻ്റെ കാംനെസ്. എല്ലാം അറിഞ്ഞുകൊണ്ട് കാമായിരിക്കുന്ന സ്റ്റേറ്റിൽ അത് ഒരു വലിയ ഡീപ്പർ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അപ്പോൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഇഗ്നോറൻസും എല്ലാം അറിഞ്ഞുകൊണ്ട് ഉറക്കം പോലെ റെസ്റ്റ്ഫുള്ളായിരിക്കുന്ന കണ്ടീഷനെ മെഡിറ്റേഷൻ എന്നും പറയും. ഇതാ വ്യത്യാസം. ആ മെഡിറ്റേഷൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റിൽനെസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ അവിടെ ഇരുന്നാൽ സമാധാനമുണ്ട്.
നമുക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളൊക്കെ ഓടുക. സമാധാനം ഇല്ല, തീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തീരും സമാധാനം. അങ്ങോട്ട് പോകുമ്പോൾ പറയും പോലും വേണ്ട, ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് തുറിച്ചൊന്ന് നോക്കിയാൽ മതി. എന്തോ നോക്കണം തോന്നിക്കുമല്ലോ, നോക്കുന്നു, തുറച്ച് നോക്കുന്നു, എന്ത് കണ്ടുപിടിച്ചില്ലേ എന്നൊക്കെ തോന്നിക്കുമല്ലോ. പിന്നെ അവിടെ തുടങ്ങുമല്ലോ കഥ. ഇത്രയേ ഉള്ളൂ, ഇത്ര ഫ്രജൈലാണ് നമ്മുടെ പൊസിഷൻ. അപ്പം അങ്ങനെ ഫ്രജൈലായിട്ട് ഇവിടെ നിന്നാൽ പിന്നെ എപ്പോഴും വിഷമമല്ലേ. ചെയ്താലും വിഷമം, ചെയ്തില്ലെങ്കിലും വിഷമം, കുറ്റബോധം, എല്ലാ ബുദ്ധിമുട്ടും. അപ്പോൾ അതൊക്കെ മിനിമൈസ് ചെയ്യണമെങ്കിൽ ഈ കാര്യത്തിന് നമ്മൾ അറിയണം ഇയാൾ എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മൾ രാത്രി നമ്മുടെ വീട്ടിൽ കള്ളം മോഷ്ടിക്കാൻ വരും എന്ന് വെച്ചോളൂ. ഇത് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യമാണ്. എൻ്റെ ഇളയേട്ടൻ അദ്ദേഹം ലാ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ആളാണ്. ഉറങ്ങില്ല, രാത്രി ഭയങ്കര പഠിത്തമാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുറവശത്തൊരു അനക്കം കേട്ടു. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ രാത്രി 2 മണിക്കാണ് ഒരാളവിടെ നിൽക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരാളവിടെ നിൽക്കുന്നു. ഇത് നല്ല കമ്പോസ്റ്റ് ആളാണ്. ആൾ നിൽക്കുന്നത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു, എന്താണെന്ന് അറിയണ്ടേ, കഥയൊക്കെ തുറന്നിറങ്ങി. അപ്പോൾ എന്തായാലും ചുമ്മാ നോക്കിയപ്പോൾ ഒരു തന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വായിച്ചോണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഇവൻ പോകുന്നില്ല. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നിൽക്കുക. അപ്പോൾ മനസ്സിലായി ഇവൻ കള്ളനാണ്. നമ്മുടെ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കള്ളനാണ്. അവനിങ്ങനെ പല പ്രാവശ്യം വരികയും നോക്കുകയൊക്കെ ചെയ്തു. ഈ ചേച്ചിയുടെ വീട്ടിലാണ് ഇത് നടക്കുന്നത്. അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇയാൾ ഉണർന്നിരിക്കുന്ന കാരണം അയാൾക്ക് കയറാൻ പറ്റുന്നില്ല. ഇങ്ങനൊന്നും കിടന്നുറങ്ങിക്കൊടുത്താൽ അവനിങ്ങനെ പോട്ട് വിളിച്ച് കയറും. അപ്പോൾ ഇത് ഉറങ്ങാതെ നോക്കിക്കൊണ്ടിരിക്കുക, കളരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കുറേ നേരം കഴിഞ്ഞ് സമയം ഒരുപാട് പോയി. അപ്പോൾ ചോദിച്ചു, എന്താണ് പരിപാടി? ഇല്ല, ഞാൻ ഉണർന്നിരിക്കുകയാണ്, ഞാൻ ഇന്നും ഉറങ്ങത്തില്ല, ഞാൻ നേരം വിളിക്കുമ്പോൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യം ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെറുതെ സമയം കളയാതെ വേറെ എവിടെയെങ്കിലും പോയി വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകണമെന്ന് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, എന്നാൽ ഞാൻ പോട്ടെ സാറേ. ഈ കള്ളൻ ഇങ്ങനെ പോട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കള്ളനാണ് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ കള്ളൻ്റെ വിശേഷം. ഇവനെ നോക്കിയില്ലെങ്കിൽ ഇവൻ പൂട്ട് വിളിക്കും, തട്ട് വിളിക്കും, പൂട്ട് വിളിക്കും, എല്ലാം വിളിക്കും. ഇവൻ അകത്ത് കയറും, എല്ലാം എടുത്തുകൊണ്ട് പോകും. നമ്മളിവനെ രാത്രി കാണുമ്പം വെപ്രാളപ്പെട്ടു പോവുകയും ചെയ്യും, അല്ലേ, പെട്ടുപോകും. അപ്പം അതാണ്, ആ കള്ളനെയാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മതി, നോക്കിക്കൊണ്ടിരിക്കുകയും പിന്നെ അവൻ പോകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അവൻ പോകും. ഇങ്ങനെയാണ് നമ്മളെ സേവ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നടന്ന കാര്യമാണ്, ഞാൻ കള്ളം പറയുന്നില്ല, സത്യമായ കാര്യം. ഇന്ന് ഞാൻ പോട്ടാ സാറേ. ശരി ശരി, നീ വെക്കോ, കള്ളം പോയി. നിങ്ങൾ ഫീലിങ്സിൽ നോക്കണമെങ്കിൽ നിങ്ങൾ സോഴ്സിൽ ചെന്നിട്ടേ നോക്കാം. നിങ്ങൾ എത്തിക്കഴിഞ്ഞു അവിടെ. അതായത് മൈൻഡിൻ്റെ പെരിഫറൽ ലെവലിലാണ് നമ്മുടെ ഈ തോട്ട് പ്രൊഡ്യൂസിങ് സിസ്റ്റം കിടക്കുന്നത്. ആ തോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ എക്സ്പീരിയൻസ് പോലെ നമ്മളെ ട്രിഗർ ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസായി മാറുന്ന സ്ഥലത്താണ് ആ ഇമോഷൻ വരുന്നത്. അതുകൊണ്ട് തോട്ട് പെരിഫറലായി കിടക്കുകയും ഇമോഷൻസ് അതിൻ്റെയും ഡീപ്പർ തലത്തിലാണ് ആ ഇമോഷണൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇമോഷനെ നോക്കണമെങ്കിൽ ഈ തോട്ട് കഴിഞ്ഞാണ് അവിടെ നോക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? മൈൻഡിൻ്റെ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ വെള്ളം കിടക്കുകയാണ്. അവിടെ നമുക്ക് എല്ലാ എക്സ്പീരിയൻസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീപ്പർ തലം എന്ന് പറയുന്ന കുറേ കൂടെ ഡീപ്പായിട്ടുള്ള ആ തലം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ഏരിയയാണ്. ആ സബ് കോൺഷ്യസ് ഏരിയയിൽ മെമ്മറീസ് സ്റ്റോർ ചെയ്തിട്ടിട്ടുണ്ട്. ആ മെമ്മറിക്കകത്ത് എന്തോ കാരണവശാൽ ചില എനർജികൾ ചില പ്രത്യേക രീതിയിൽ ലൈഫ് ഫോഴ്സ് അതിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു തോട്ട് ട്രിഗർ ചെയ്തിട്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അപ്പോഴത് കാണും. അത് കണ്ടുകൊണ്ടിരിക്കുക. അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഇമോഷനിലേക്ക് ഇറങ്ങുന്നത്. ഒരു തോട്ടും ഇല്ലാതെ ഒരു ഇമോഷൻ വരില്ല. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഈ ഇമോഷൻ എന്ന് പറയുന്നത്.
ആ ഇമോഷൻ വെച്ചിരിക്കുന്നത് നമുക്ക് വെൻറ്റിലേറ്റ് ചെയ്ത് ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്തിറങ്ങാനാണ്. അപ്പം അങ്ങനെ ആ ഇമോഷൻ്റെ ലെവൽ നമ്മൾ നോക്കണമെങ്കിൽ ഈ തോട്ട് കാണണം. തോട്ട് അതിന് പുറകിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ താന്നിറങ്ങുന്നത്. ഇറങ്ങി ആ ഇമോഷൻ്റെ സ്ഥലത്ത് വന്ന് ഇമോഷൻ്റെ കൂടെ നിൽക്കുന്നെന്ന് വെച്ചോളൂ. കരച്ചിൽ വരുന്നു. കരച്ചിൽ വരുമ്പോൾ എല്ലാവരും പറയത്തില്ലേ, ചുമ്മാ കരയാതെ, ആളുകൾ കണ്ട മോശമല്ലേ, ചുമ്മാ തടിപോലായി മീശയും വെച്ച് എങ്ങനെ കരയുന്നത്, കരയാൻ പാടില്ല എന്ന് പറയുന്നു. കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയായിരുന്നു മീശയില്ലാത്തപ്പോഴും ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാണ്. മീശയും താടിയൊക്കെ വന്നപ്പോഴും ഇപ്പോഴും പറയുന്നു. കരഞ്ഞ എല്ലാവരും കൂടെ ഓടി വന്ന് ചുറ്റും കൂടി തടവി നമ്മളെ എങ്ങനെ സംരക്ഷിക്കും. എന്നുവെച്ചാൽ ആർക്കും ഈ കരച്ചിലെന്ന് പറയുന്ന ഇമോഷൻ എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, കണ്ടേജിയസ് ആയ ഒരു കാര്യമാണ്. അതൊന്നും ചിന്തിച്ചിട്ടല്ല കരയുന്നത്. ഒരാൾ കരയുന്നത് കണ്ടാൽ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കരച്ചിൽ വരും. അതിനൊരു യൂണിവേഴ്സൽ നേച്ചറുണ്ട്. അത് വളരെ കുറെ കൂടെ ഡീപ്പായിട്ട്, മറ്റേത് ഒരു യൂണിറ്റ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ നേച്ചറുണ്ട് ഈ ഫീലിങ്സിന്. അപ്പോൾ ആ തോട്ടിൻ്റെ റളം കടന്നിട്ട് നമ്മൾ ആ ഒരു സ്പിയറിലേക്ക് ഇറങ്ങുന്നു. ഡീപ്പായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഇമോഷൻസ് ഉണ്ടാകും. അതിൻ്റെ റിഫൈൻഡ് ഇമോഷൻസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന അത് റിഫൈൻ ചെയ്യും. അത് റിഫൈൻഡായിട്ട് വരും. അപ്പോൾ കരച്ചിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ അത് ഇങ്ങനെ വന്ന് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേവ്സ് ആഫ്റ്റർ വേവ്സ് ഇതിങ്ങനെ വന്നിട്ട് അപ്പം ഹോൾഡ് ചെയ്യാൻ സോഷ്യൽ കണ്ടീഷനിങ് പറയുന്നു. നമ്മൾ ആ കണ്ടീഷനിങ്ങിൽ കയറുന്നില്ല, അത് എടുക്കുന്നില്ല, കരയാൻ തന്നെ തീരുമാനിച്ചിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ എത്ര നമ്മൾ കരയും. കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ നിൽക്കും. കരച്ചിൽ നിന്നിട്ട് സമാധാനം വരും. അല്ല, അതിനെ സപ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ കിടപ്പുണ്ടാകും. അതിൻ്റെ റൂട്ട് കോസായി കിടക്കുന്ന കാര്യം അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതിനെ എടുത്ത് കളയുന്നതിന് വേണ്ടി ഉള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഈ ഇമോഷൻസ്. അപ്പോൾ ആ ഇമോഷൻസ് ഡീപ്പായിട്ട് ഇറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ. അത് ഇയാൾ പറഞ്ഞതുപോലെ കണ്ടുകൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സബ്ലിമേറ്റ് ചെയ്യും. ഏത് ഇമോഷൻ്റെ ആങ്കർ ആയിരുന്നാലും ശരി, ആവറേജ് ആയാലും ജലസ് ആയാലും എന്ത് തരം ഇമോഷൻ, അല്ലെങ്കിൽ സോറോ, എമ്പതി, ഇതെന്ത് കാര്യം വന്നാലും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിട്ട് ഇത് സബ്ലിമേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഹയർ തലത്തിലുള്ള ഇമോഷണലായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ആ ഹയർ ഇമോഷനെയാണ് നമ്മൾ ഡിവോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടേതല്ല, യൂണിവേഴ്സിന് മുഴുവൻ നടക്കുന്ന ഒരു കാര്യം പോലെ അങ്ങ് മാറും. അപ്പം അങ്ങനെ നമ്മൾ ആ ഇമോഷനിൽ നിന്ന് പുറത്തിറങ്ങി വരും. നമ്മുടെ മാത്രമല്ല, നമ്മുടേതല്ലാത്ത എന്തോ ഒരു വൈബ്രേഷനായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് അതെന്താണെന്നങ്ങ് മനസ്സിലാകും. അങ്ങനെ ഈ ഇമോഷൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് അത് സബ്ലിമേറ്റ് ചെയ്ത് അതിൻ്റെ ഹയർ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഐഡൻറ്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മളവിടെ സറണ്ടേഡായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ ഇമോഷൻ ഉണ്ടായി വരും. അതിനെയാണ് നമ്മൾ ഡിവോഷൻ എന്ന് പറയുന്നത്. ഈ ഡിവോഷൻ എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെ മറ്റൊരു ഭാവമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മർജ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മർജ് ചെയ്യാൻ പറ്റും സ്നേഹത്തിൽ. അങ്ങനെ അതിലേക്ക് അങ്ങ് ലയിച്ചിരിക്കുമ്പോൾ മൈൻഡ് അങ്ങ് ഡ്രോപ്പായി. അപ്പോൾ ഈ ഇമോഷൻ അവിടെ അങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പല റിലംസ് കടന്ന് നമുക്ക് അകത്തോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇമോഷൻ നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. നാളെ മുതൽ നോക്കിക്കൊള്ളുക. ഇരുന്ന് കരയുക. അവർ ചോദിക്കുക എന്താണ് ഇങ്ങനെ കരയുന്നതെന്ന്. ഒന്നുമില്ല, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന് കരഞ്ഞു പോകുന്നതാണെന്ന് പറയാം. അങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം അകത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കരച്ചിലൊക്കെ വരും. ബലം പിടിച്ച് കരയില്ല എന്ന് വാശി ആരും പിടിച്ചവർ. കരയണം, കുറച്ചൊക്കെ കരയുന്നത് നല്ലതായിരിക്കും. ബലം പിടിച്ചിരുന്നാൽ ഭയങ്കരമായിട്ടുള്ള പെരുകി പൊട്ടും പോലാവും. അപ്പോൾ അതുകൊണ്ട് ഈ പണ്ടൊരു കവിത നമ്മൾ പഠിച്ചിട്ടില്ലേ, കിങ് കഫച്ചുവ എന്നൊക്കെ പറഞ്ഞിട്ട്, SLC 9ാം ക്ലാസ്സിൽ മരണം നടന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെ കിടന്ന് കരയാൻ പറ്റാതെ വിങ്ങി നിന്നപ്പോൾ അവർ കരഞ്ഞില്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറിയതായിട്ടാണ് കഥ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ വെൻറ്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഹറൻ്റായിട്ട് ഇൻ്റലിജൻസ് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നിൽക്കുമ്പോൾ അത് ഏതിലാണോ നിൽക്കുന്ന അതാണ് നമ്മൾ കാണുന്നത്. ഏതിലാണോ മൈൻഡ് നിൽക്കുന്ന അതേ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഇമോഷനിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഇമോഷനാണ് കാണുന്നത്. അപ്പോൾ ഇമോഷൻ നമ്മൾ തമ്മിൽ ഒന്നാവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റൻഡ് ഫോമിലേക്ക് മാറും. ആ ഹൈറ്റൻഡ് ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ ഇത്രയും അൺകണ്ടെയ്നബിളായിട്ടുള്ള ഈ വലിയ ഇമോഷൻ എന്നെപ്പോലുള്ളൊരു കൊച്ചു ശരീരത്തിനകത്ത് വെച്ച് പിടിപ്പിച്ച മഹാനായ ദൈവമേ, ഇൻ്റലിജൻസേ, എനിക്കൊന്നും പറയാനില്ല എന്ന് വരും.
ഇങ്ങനെയാണ് ഡിവോഷൻ വരുവാനകത്ത്. ഞാൻ സറണ്ടർ ചെയ്ത് മാത്രം നിൽക്കാനേ എനിക്ക് ഇടയുള്ളൂ ഇവിടെ എന്നല്ലാതെ എനിക്ക് അധികാരിത്വം ഇല്ല ഒന്നിലും എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഈ സാധകൻ കടന്നു പോകും. അതിനെയാണ് നമ്മൾ ഡിവോഷൻ എന്ന് പറയുന്നത്. ആ ഡിവോഷൻ വന്നാൽ ഇയാൾക്ക് നല്ല സമാധാനം വരും. അപ്പോൾ ഓണർഷിപ്പ് ഒന്നിനും വരില്ല. എല്ലാം നടത്തുന്നത് ഇൻ്റലിജൻസ് ആണെന്ന് ഒരു ഉറപ്പ് വരും. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം നടക്കുന്നതാണ്. എന്നാൽ അത് ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് ഫുള്ളി ജീവിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറും. മറ്റേത് അവോയ്ഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഒഴിവിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി പോകുന്ന ഒരു ആളായിട്ട് മാറും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ പോസിബിലിറ്റി നമുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പറ്റില്ലെങ്കിൽ വേണ്ട, എത്രയേ ഉള്ളൂ. നല്ലൊരു സമൂഹം ഇപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നല്ലൊരു സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹിക്കുന്ന ഒരു സമൂഹം, അങ്ങനെയുള്ള അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാകുന്ന ഒരു സമൂഹം, നമുക്കിനി ഒരാളിൻ്റെ ഫീലിങ്ങിനെ നമ്മുടെ ഫീലിങ്ങായി കാണാനുള്ള ഒരു ശേഷി കൈവരുന്ന ഒരു സമൂഹത്തിനാണ് ഒരു സന്തോഷവും ഒരു വൺനെസ്സും ഒക്കെ വരത്തുള്ളൂ. അവിടെ സമൂഹമുള്ളൂ, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വൽസ് മാത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോക്കണം. അത് ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഡീപ്പായിട്ട് നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസിബിലിറ്റിയാണ്. നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ മാത്രമായിട്ട് രാജാവായിട്ട് നമ്മുടെ ലോകത്ത് നമ്മൾ ഇരിക്കുകയും ബാക്കി എല്ലാം അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് മാറിയിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു സ്ഥലം വരില്ല. ഐസൊലേഷനിലൂടെ ഒരു സമൂഹത്തിനും ജീവിക്കാൻ പറ്റത്തില്ല, ഒരു ഇൻഡിവിജ്വലിനും ജീവിക്കാൻ പറ്റത്തില്ല, സാധ്യമല്ല. എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ശ്വാസം നമ്മളുടേതല്ല, പുറത്തുനിന്ന് എടുക്കുന്നതാണ്. ആ ശ്വാസം നമുക്ക് തരുന്നതിന് വേണ്ടി ഈ പ്രകൃതിയിലുള്ള ഒരുപാട് ജീവന്മാർ, മരം, ചെടികൾ, ഇതൊക്കെ പ്രവർത്തിച്ചിട്ടാണ് നമുക്കൊരു ശകലം ഓക്സിജൻ കിട്ടുന്നത്. ഒരു തുള്ളി വെള്ളം നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ ആഹാരമെല്ലാം അങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ ഈ പ്രകൃതി കനിഞ്ഞ് തരുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ഭുജിച്ച് ഒരാളാണെന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കാം. അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തോട്ടുള്ളൊരു തലം എക്സ്പീരിയൻസ് ചെയ്യാൻ ഹ്യൂമൻ മൈൻഡിന് സാധ്യമാണ്. അതാണ് നമ്മുടെ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ അത് വരും, അത് നോക്കിയില്ലെങ്കിൽ അത് വരില്ല. കുഴപ്പമില്ലല്ലോ, ജീവിച്ചാൽ പോരെ, നിർബന്ധമൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഈ പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങണോ, നമ്മുടെ ഫുൾ പൊട്ടൻസി യൂസ് ചെയ്ത് ഒരു സമാധാനമായിട്ട് ജീവിച്ച് സുഖമായിട്ടും സൗഖ്യമായിട്ടും നമുക്ക് നിൽക്കണോ, എപ്പോഴും കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ജീവിതത്തിന് ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് മുന്നോട്ട് പോകണോ എന്നതിൻ്റെ ഡിസിഷൻ ഇൻഡിവിജ്വൽസ് തന്നെയാണ് എടുക്കാനുള്ളത്. അത് അനുഭവത്തിലൂടെ എല്ലാ ഇൻഡിവിജ്വലും എടുക്കും. ഒരു സമയം കഴിയുമ്പോൾ അത് മാറി വരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സമാധാനത്തിൻ്റെ തലം എക്സ്പീരിയൻഷ്യൽ ലെവലിലേക്ക് വരും. അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്, ബോധത്തോടുകൂടി ജീവിക്കുക. അതാണ്. ബോധമില്ലാതെ ഒന്നും കാണാതെ കേൾക്കാതെ ഇങ്ങനെ ജീവിച്ചു എന്ന് വരുത്തി തീർക്കാതെ എല്ലാ മുഹൂർത്തങ്ങളിലും ബോധം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നോക്കുന്ന ബോധമല്ല, അകത്തോട്ട് നോക്കുന്ന ബോധം. അകത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഈ കാര്യം ഇതെങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അകത്തോട്ട് നോക്കി കുറച്ച് നേരം ഇരുന്നാൽ ഈ പറയുന്ന ബോധം നമുക്ക് മനസ്സിലാവും. അതാണ് ബോധം എന്ന് പറയുന്നത്. അകത്തോട്ട് നോക്കാതിരുന്നാൽ നമ്മുടെ പെരുമാറ്റം ശരിയില്ലാത്തതുകൊണ്ട് ആളുകൾ പറയും ബോധം കെട്ടവനാണെന്ന് പറയും. എന്തും ചെയ്യാൻ അറിയാൻ പറ്റില്ല എന്ന് പറയും. ബോധം കെട്ടവനെന്ന് പറയില്ല. അതാണ്. അപ്പം അതല്ല ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. കാരണം ഇഫക്റ്റീവായിട്ട് പരിപൂർണ ബോധത്തോടു കൂടി ഇവിടെ നമുക്ക് കിട്ടിയ ഒരു അന്യതര സാധാരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വഴിയിലേക്ക് ഇറങ്ങുന്നത് അത്ര സാധാരണമല്ല. ഇങ്ങനെ നോക്കാനുള്ളൊരു മൈൻഡ് വന്ന് കിട്ടുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ബോധം തെളിയുന്നത്. അങ്ങനെ തെളിഞ്ഞാൽ നമ്മുടെ വഴി
ക്ലിയർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇഗ്നോറൻസിൽ പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സങ്കടപ്പെട്ടും വേവലാതി പറഞ്ഞും കഷ്ടപ്പെട്ടും വെറുത്തും നമ്മൾ അഗ്രസീവായും ഒക്കെ നമുക്ക് ഈ ലോകത്തെ കൊണ്ടുപോകാനും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന കൊച്ചു ലോകത്തെ കൊണ്ടുപോകാനും പറ്റും. അതിൻ്റെ ചോയ്സ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, വേറെ ആരുടെ കയ്യിൽ. എന്താണോ വേണ്ടതെന്ന് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആരും നമ്മളൊന്നും ചെയ്യത്തില്ല, അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആ പോസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ സമയമായിപ്പോയി. ഞാൻ 7 മിനിറ്റ് അധികം എടുത്തിരിക്കുകയാണ്. വാക്ക് പറഞ്ഞിട്ടുണ്ട് 8 മണി. ശരി, അപ്പം നിർത്താം.